ജനഹിതയാത്ര ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര ഓട്ടിനാൽ തിരുത്തണം വഴി പിഴച്ച ചുവടുകൾ പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. നമസ്കാരം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആരാവണം എന്ന് ജനങ്ങൾക്ക് അവകാശമുണ്ട് അറിയാൻ എന്ന നിലപാടിന്റെ ഭാഗമായി ജീവൻ TV സംഘടിപ്പിച്ച ജനഹിതയാത്രയുടെ 2ാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. 1ാം ഘട്ടത്തിൽ ജീവൻ TV ജനഹിതത്തിലൂടെ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളാണ് പാർട്ടികൾ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത് എന്ന് പറയാൻ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമുക്ക് മുന്നിലുള്ള സ്ഥാനാർത്ഥികളുടെ നിലപാടുകൾ അന്വേഷിക്കുകയാണ് ജീവൻ TV ഇനി ജനഹിതയാത്ര മണ്ഡല പര്യടനത്തിലൂടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രൊഫസർ KV തോമസ് 11,790 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CPM-ലെ എതിർ സ്ഥാനാർത്ഥിയായ സിന്ധു ജോയിയെ പരാജയപ്പെടുത്തിയത്. AN രാധാകൃഷ്ണനായിരുന്നു BJP സ്ഥാനാർത്ഥി. ഇത്തവണത്തെ ലോക്സഭാ മണ്ഡലത്തിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പ്രൊഫസർ KV തോമസ് തന്നെയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ക്രിസ്റ്റി ഫെർണാണ്ടസ് മത്സരിക്കുന്നു. AN രാധാകൃഷ്ണൻ തന്നെയാണ് ഇത്തവണയും BJP-യെ പ്രതിനിധീകരിച്ച് എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ഒരു സംസ്ഥാനത്തിന്റെ ഒരു ജനതയുടെ ആകെ സ്വപ്നങ്ങളാണ് ഈ തൂണുകളിൽ ഉയർന്നത്. പാതി വഴിയിൽ നിലച്ച പദ്ധതികൾക്കായുള്ള മുറവിളികൾക്കിടയിലാണ് കൊച്ചി മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാവുന്നത്. 811 ദിവസം കഴിഞ്ഞാൽ ഓരോ 5 മിനിറ്റിലും മെട്രോ ഓടിത്തുടങ്ങും. തീർച്ചയായും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന പ്രൊഫസർ KV തോമസിന് ഇക്കാര്യത്തിൽ അഭിമാനിക്കാം. നമ്മളിനി UDF സ്ഥാനാർത്ഥിയായ KV തോമസിന്റെ പ്രചാരണ വേദിയിലേക്ക് പോകുന്നു. എറണാകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ KV തോമസ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയതിന് തിളക്കത്തിലാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്. MP എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അദ്ദേഹം ഈ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വോട്ടാക്കി മാറ്റാൻ UDF ശ്രമിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ മണ്ഡലത്തിൽ അദ്ദേഹം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. സാർ നമസ്കാരം. നമ്മൾ എങ്ങനെയുണ്ട് പൊതുവെ എറണാകുളത്തെ ചൂട് എങ്ങനെയുണ്ട്? എറണാകുളത്തുള്ള രാജ്യത്ത് മുഴുവൻ ചൂടുണ്ട്. ഇത് UPIക്ക് അനുകൂലമായ തിരഞ്ഞെടുപ്പ്. ഇത് ദേശീയ പ്രാധാന്യം മാത്രമല്ല അന്തർദേശീയ പ്രാധാന്യം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണ്. ഇന്ത്യൻ ജനാധിപത്യം സസ്റ്റൈനബിൾ ആകണം, ശക്തമാകണം. ഇതാണ് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ദേശീയ പ്രശ്നങ്ങളുണ്ട്, സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു വ്യവസായ സ്ഥിരാകേന്ദ്രം, ടൂറിസം ഹബ്ബാണ്, IT സെൻ്ററാണ്, സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ജില്ലയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എറണാകുളത്തെ സംബന്ധിച്ച് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായും ജീവൻ TV സാറോട് ചോദിക്കാനുള്ളത്, വികസന പ്രവർത്തനങ്ങൾ, ഒരു 5 വികസന പ്രവർത്തനങ്ങൾ മുൻഗണനാ ക്രമത്തിൽ താങ്കൾ ഇവിടെ വിജയിച്ചു വന്നാൽ ആദ്യം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 5 വികസന പദ്ധതികൾ. 1, 2, 3, 4, 5. അത് ധാരാളമുണ്ട്. 5 എണ്ണം. നമുക്ക് ആദ്യത്തെ 5 എണ്ണം മുൻഗണനാ ക്രമത്തിൽ സാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 5 എണ്ണം. ആദ്യത്തെ പ്രശ്നം കുടിവെള്ളമാണ്. കാരണം ഇത് വളരെ വേഗത്തിൽ വികസിക്കുന്ന ഒരു നഗരമാണ്. ഇവിടുത്തെ പ്രശ്നം കുടിവെള്ളം തന്നെ. ഇപ്പോൾ ഹഡ്കോ പദ്ധതി അനുസരിച്ചും ജനോറാം പദ്ധതി അനുസരിച്ചും പദ്ധതികൾ വരുന്നുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് കുടിവെള്ള പദ്ധതി. രണ്ടാമത്തത് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇന്നും ഫലപ്രദമായൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കൊച്ചിയിൽ. മൂന്നാമത്തത് ഈ നഗരം ഒരു വെള്ളക്കെട്ടിൻ്റെയും കൊതുകിൻ്റെയും ശല്യമാണ്. അതിന് പരിഹാരം. മൂന്നാമത്തത് അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ മെട്രോ മാത്രം വന്നതുകൊണ്ടായിരുന്നു, ഫ്ലൈ ഓവറുകൾ വന്നു. അതുപോലെ തന്നെ ഈ നഗരത്തെ തൊട്ടടുത്തുള്ള ദ്വീപ് സമൂഹങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വാട്ടർ വേസ്റ്റ്. ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ധാരാളം പദ്ധതികൾ, ബോട്ട് ജെട്ടി, പിന്നെ ടൂറിസം കോംപ്ലക്സ് അതിനുവേണ്ടി തുടങ്ങി, മറൈൻ ഡ്രൈവിനടുത്തുള്ള ബോട്ട് ജെട്ടികൾ. തീർച്ചയായും നമ്മുടെ വാട്ടർ വേസ്റ്റ്
അതിൻ്റെ മെച്ചപ്പെടുത്താൻ കഴിയും. ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുന്നത്. തീർച്ചയായും സാർ, വളരെയധികം നന്ദി. തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ആ ഒരു ചൂട് ആവേശം പ്രേക്ഷകർ ജനങ്ങളിലും ഒക്കെ എത്തിക്കാൻ സാറിന് സാധിക്കട്ടെ. നമ്മൾ തന്നെ ചൂടിലാണ്. ോട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ോട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ എൻ രാധാകൃഷ്ണൻ ബി.ജെ.പിയുടെ തുറുപ്പുചീട്ടുകളിൽ ഒന്നാണ്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പിലും അദ്ദേഹം എറണാകുളത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണയും അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി സ്ഥാനാർത്ഥിയായി എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം, അദ്ദേഹം ജയിച്ചു വന്നാൽ ഈ മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഈ മണ്ഡലത്തിലേക്ക് ജയിച്ചു വന്നാൽ, താമര വിരിഞ്ഞാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ ചെയ്യാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്? മുൻഗണനാക്രമത്തിൽ 5 എണ്ണം. അല്ല, ഒന്നാമതായി ഇവിടെ ഒരു രൂക്ഷമായ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം ഇപ്പോൾ സാധാരണ രീതിയിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരറ്റമായ ചെല്ലാനം മുതൽ നമ്മളിങ്ങോട്ട് കുമ്പളങ്ങിയും അതുപോലെ തന്നെ വൈപ്പിൻ മേഖലയും ഒക്കെ പരിശോധിച്ചാൽ, അതുപോലെ വരാപ്പുഴയും പഴലയും ഒക്കെ ഉൾപ്പെടെയുള്ള ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും വളരെ രൂക്ഷമായ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമമുണ്ട്. അടിയന്തര പ്രാധാന്യത്തോട് കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ അജണ്ട. 2, ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെയുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഏതാണ്ട് ഒരു പൂട്ടിയ സാഹചര്യം അല്ലെങ്കിൽ പൂട്ടാനുള്ള തയ്യാറെടുപ്പിൻ്റെ സാഹചര്യമുള്ളത്. അതിൽ പ്രധാനമായും അടൽ ബിഹാരി വാജ്പേയി കേരളത്തിന് സംഭാവന ചെയ്ത LNG ടെർമിനൽ 2004 ആരംഭിച്ച് 2013 പ്രധാനമന്ത്രി അത് കമ്മീഷൻ ചെയ്യുമ്പോൾ വെറും 8% ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ, അത്രയുള്ള അതിൻ്റെ പ്രൊഡക്ഷൻ വന്നത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ 2001 ഗുജറാത്തിൽ നരേന്ദ്രമോദി ഇത് LNG ഇതിൻ്റെ 3 ഇരട്ടി കപ്പാസിറ്റിയുള്ള 7600 കോടി രൂപ മുതൽ മുടക്കുള്ള LNG 2001 തുടങ്ങി 2004 കമ്മീഷൻ ചെയ്തു. അടുത്ത പ്രൊജക്ട് 2004 തുടങ്ങി 2007 അത് കമ്മീഷൻ ചെയ്തു. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം 8% പ്രൊഡക്ഷൻ വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സാഹചര്യത്തിൽ നാം പ്രധാനമായും ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് FACT ഒരു ഏതാണ്ട് ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. നിരന്തരമായി നിരാഹാര സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ FACT ഉപയോഗിക്കുന്ന LNG ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ആ LNGക്ക് $24 വില ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ $24 വില കൊണ്ട് ഒരിക്കലും LNG മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതേസമയം ഗുജറാത്തിൽ അതുപോലെ തന്നെ കൃഷ്ണ ഗോദാവരി തടങ്ങളിലൊക്കെ $5 ഈ LNG കൊടുത്തുകൊണ്ട്, അപ്പോൾ ആ $5 LNG കൊടുക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇൻഡസ്ട്രി മുന്നോട്ട് പോകാൻ സാർ നമ്മുടെ ഇവിടെ മുന്നോട്ട് പോകാൻ അത് കഴിയാത്തൊരു സാഹചര്യം. അതേപോലെ തന്നെയാണ് അടൽ ബിഹാരി വാജ്പേയി കേരളത്തിന് സംഭാവന ചെയ്ത വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. ആ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഏതാണ്ട് ഒരു സെക്യൂ യൂണിറ്റാണ്. ആദ്യം നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചത് ഒരുപാട് ബോഗികൾ വരും, ഔട്ട്ലെറ്റ്സ് വരും, അനന്തമായ സാധ്യതകൾ പ്രതീക്ഷ. അത് വന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, ആ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റും ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. അത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ ഏതാണ്ട് അതേപോലെ തന്നെ ഒരു ദുരിതസ്ഥിതിയിലാണ് രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനലുമുള്ളത്. മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് സ്മാർട്ട് സിറ്റി. ആ സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ച് 2007 ആരംഭിച്ചതാണ്. 2014 മുമ്പ് 7 ഫേസ് പൂർത്തീകരിക്കേണ്ടതാണ്. ആ 7 ഫേസ് പൂർത്തീകരിക്കേണ്ട സ്മാർട്ട് സിറ്റി ഇന്ന് 1ാമത്തെ സ്പേസിൻ്റെ ഇതിൻ്റെ ഫയലിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും നടന്നിട്ടില്ല. അതിനേക്കാൾ ഉപരി അവിടെ അത് ഭൂമി ഏതാണ്ട് 50 ഏക്കർ ഭൂമി 8 ലക്ഷം രൂപ വെച്ച് വിറ്റ് 350 കോടി രൂപ സമ്പാദിച്ചിരിക്കും. അപ്പോൾ സർക്കാർ അന്ന് സൂചിപ്പിച്ച് 90,000 ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന
ഏതാണ്ട് 25,000 രൂപയുടെ മുകളിൽ ശമ്പളം കിട്ടുന്നു, 90,000 ആളുകൾക്ക് തൊഴിൽ സാധ്യത പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ പ്രൊജക്റ്റ്. ആ കണക്ക് പരിശോധിച്ചാൽ ഇപ്പോൾ ഒരു 55 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് പൂർത്തീകരിക്കേണ്ടത്. അങ്ങനെ ഒരു 55,000 ആളുകൾക്ക് തൊഴിൽ കിട്ടും. അവിടെ ആ സംവിധാനം നിലനിൽക്കുന്നില്ല. മറ്റൊന്ന്, നമ്മുടെ കേരളത്തിൻ്റെ കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റിൽ പ്രധാനമായി സൂചിപ്പിച്ചത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ആ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാക്കി രൂപാന്തരപ്പെടുത്തലായി. ആ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പ്രഖ്യാപിച്ച അവിടെ ആകെ വന്നത് ഒരു എസ്കലേറ്റർ മാത്രമാണ്, വേറെ ഒന്നും അവിടെ വന്നിട്ടില്ല. മറ്റൊന്ന്, അതേപോലെ തന്നെ അതേ റെയിൽവേ ബഡ്ജറ്റിൽ തന്നെ പറയുന്നു, ഇതേ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ്, റെയിൽവേ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. അതിൻ്റെ പണി പോലും ആരംഭിച്ചിട്ടില്ല. ഓൾഡ് റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഓൾഡ് റെയിൽവേ സ്റ്റേഷനിൽ ഒന്നും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല, അത് പണി ആരംഭിച്ചിട്ടില്ല. മറ്റൊന്ന്, നമ്മുടെ ബഡ്ജറ്റിൽ പ്രധാനമായും പറയുന്നത് IIT ആണ്. ആ IIT അതിനെക്കുറിച്ച് ചർച്ച പോലും നടന്നിട്ടുണ്ട്. എന്താണ് എന്നുള്ള നിലയ്ക്ക് ഒരു ചർച്ചകൾ പോലും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ നമ്മൾ പ്രധാനമായി പരിശോധിക്കുമ്പോൾ ഈ എടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെയുള്ള 23 കിലോമീറ്റർ ദേശീയപാത, അത് 1972 സ്ഥലം കണ്ടെത്തി. 1982 അത് ഫ്രീസ് ചെയ്തു. 2014 അതിൻ്റെ ഒരു പ്രാഥമികമായ നടപടിക്രമങ്ങൾ പോലും അതുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് പൊതുവെ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഒരു വികസന മുരടിപ്പാണുള്ളത്. അതൊരു ഫ്ലക്സ് ബോർഡ് രാഷ്ട്രീയം കളിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഏതെങ്കിലും വെയിറ്റ് ഷെഡ് ഉദ്ഘാടനം ചെയ്യുക, 4 ലൈറ്റ് വെക്കുക, അതിന് 15 ഫ്ലക്സ് ബോർഡ് വെക്കുക. മുൻഗണനാ ക്രമത്തിൽ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് കുടിവെള്ളം തന്നെയാണ്. വളരെയധികം നന്ദി സാർ. താങ്ക് യു സോ മച്ച്. ഊട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ഊട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. കൊച്ചിക്കാർക്ക് അത്ര സുപരിചിതമല്ല CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ്. 2 വർഷമായി അദ്ദേഹം കൊച്ചിയിലാണ് താമസം. മുൻ IAS ഉദ്യോഗസ്ഥനാണ്. രാഷ്ട്രപതിയുടെ സെക്രട്ടറി പദവി അലങ്കരിച്ച വ്യക്തിത്വമാണ്. മുൻ കയർ ബോർഡ് ചെയർമാനായിരുന്നു. ഇപ്പോൾ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ആൻഡ് സസ്റ്റൈനബിൾ ബിസിനസിന്റെ സാരഥിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം, ഈ മണ്ഡലത്തിൽ ജയിച്ചു വന്നാൽ അദ്ദേഹം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പാക്കുക എന്നത്. ഈ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നാൽ താങ്കൾ ഈ മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ മുൻഗണനാ ക്രമത്തിൽ ഒരു 5 എണ്ണം. ആദ്യമായി, ഞാൻ കൊച്ചിക്ക് അപരിചിതനല്ല, സുപരിചിതൻ തന്നെയാണ്. 5 വർഷം കയർ ബോർഡിൻ്റെ ചെയർമാനായിട്ട് ഇവിടെ ജോലി ചെയ്താണ്. കഴിഞ്ഞ 17-18 വർഷങ്ങളായിട്ട് കൊച്ചിയിൽ ജീവിക്കുന്ന ആളാണ്. അത് ഒട്ടും മോശമായ ഒരു സ്ഥിതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ചോദിക്കുകയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ആണ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന രീതിയിൽ ചെയ്യാൻ പോകുന്നത്. കൊച്ചിയുടേതായ പ്രശ്നങ്ങളുണ്ട്. കൊച്ചി എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് തീരദേശം, മറുവശത്ത് കുറേയേറെ പ്രശ്നങ്ങളുള്ള ഒരു വ്യവസായ മണ്ഡലം, സാധാരണക്കാരായ ധാരാളം ആൾക്കാർ ജീവിക്കുന്ന കുറേയേറെ ഇടം, സുന്ദരഹർമ്മ്യങ്ങൾ നിറഞ്ഞ കൊച്ചിൻ നഗരം, ഇങ്ങനെ വളരെ വ്യത്യസ്തമായ, പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് ധാരാളം ദ്വീപുകൾ, ധാരാളം സാധാരണക്കാരായി ജീവിക്കുന്ന ദ്വീപുകൾ, ഇങ്ങനെ സമ്മിശ്രമായ പ്രശ്നങ്ങളുള്ള, സാധാരണക്കാരും പണക്കാരും തൊഴിലാളികളും മുതലാളികളും എല്ലാമുള്ള ഒരു ഒരു മണ്ഡലമാണ് എറണാകുളം മണ്ഡലം. ഒന്നാമത്തെ വികസന പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ്, ഒന്നാമത്തത് വികസനം അവസരങ്ങൾക്ക് വേണ്ടിയുള്ളതാവണം എന്ന് അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നു. അപ്പോൾ തൊഴിൽ
ഉള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സാധ്യമാക്കുക, യുവാക്കൾക്ക് ജോലി അർഹിക്കുന്നവർക്ക്, ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരാനും വികസിക്കുവാനും ഉള്ള അവസരം നൽകുക. അതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തേത് കൊച്ചിയുടെ എറണാകുളം തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ. ഇത് വർഷങ്ങളോളമായി നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളാണ് അവയ്ക്ക്. അവരുടെ കുടിവെള്ള പ്രശ്നമാകാം, അവർക്ക് താമസിക്കുന്നുള്ള സൗകര്യമാകാം, അവർക്ക് അവരുടെ പുതിയ തലമുറയ്ക്കുള്ള വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവരുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള വികസനത്തിന് വേണ്ടിയുള്ള പരിശീലന കേന്ദ്രങ്ങൾ, അവരുടെ പ്രവർത്തനം, അവരുടെ തൊഴിലിന് അനുയോജ്യമായ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം. ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വളരെ കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ തീരദേശം. അവിടെ ഏറെക്കുറെ ഒരു കേരളത്തിൻ്റെ സാധാരണ സ്ഥിതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് തുലവും കുറവാണ്. ഇലക്ട്രിസിറ്റിയുടെ അഭാവം. ഇന്ന് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിക്ക് രാത്രിയിൽ കുറച്ച് നേരം ഇരുന്ന് കൂടുതൽ പഠിക്കണമെന്ന് വെച്ചിരുന്നാൽ സ്വൈര്യമായിട്ടൊന്നും പഠിക്കാനുള്ള സൗകര്യമില്ല. കുടിവെള്ളത്തിൻ്റെ ക്ഷാമം, ആവശ്യം വേണ്ട ശുചിത്വം കാക്കുന്നതിന് വേണ്ടിയുള്ള അസൗകര്യം, തൊഴിൽ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, ഇതെല്ലാം വളരെ രൂക്ഷമായിട്ടുള്ള ഒന്നാണ്. ഇതിലൊക്കെ ഉപരി ഇപ്പോൾ തീരദേശ നിയന്ത്രണങ്ങൾ, ഈ തീരദേശ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നത് സാധാരണക്കാരെന്ന് തന്നെയല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരും, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് തീരദേശ നിയന്ത്രണം. ആ തീരദേശ നിയന്ത്രണത്തിൽ കാലോചിതമായ പ്രായോഗികമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാവും. സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള നിയമത്തിൻ്റെ ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവ പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം മനുഷ്യോന്മുഖമല്ലാത്ത ഏത് തരത്തിലുള്ള വികസനവും അത് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ കൂടെയും പ്രായോഗിക ബുദ്ധി അനുസരിച്ച് ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമം മറ്റൊന്ന്. അതുപോലെ ദ്വീപവാസികളുടെ പ്രശ്നങ്ങൾ ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയായിരുന്നു. ഇത് ഇത്ര സുന്ദരമായ 1 ഡസനിലേറെ ദ്വീപുകളാണ് ഉള്ളത്. ഈ ദ്വീപുകളിൽ അവരുടെ തനതായ പൈതൃകമുണ്ട്, തനതായ ജീവിതശൈലിയുണ്ട്, ധാരാളം ആൾക്കാർ ജീവിക്കുന്ന പ്രത്യേക ജീവിത രീതികളുണ്ട്. ബാക്ക് വാട്ടേഴ്സ്, നമ്മളിപ്പോൾ കേരളത്തിലെ ടൂറിസം എന്ന് പറഞ്ഞാൽ ബാക്ക് വാട്ടർ ടൂറിസം. കേരളം ബാക്ക് വാട്ടർ ടൂറിസം, ആലപ്പുഴ. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? ടൂറിസം വികസനം, ഏത് തരത്തിലുള്ള ടൂറിസം വികസനം? ദ്വീപുകളെ കേന്ദ്രീകരിച്ച്, ദ്വീപുകളുടെ പൈതൃക രീതികളും ജീവിതശൈലികളും കേന്ദ്രീകരിച്ച് ബാക്ക് വാട്ടേഴ്സിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അനുഭവങ്ങൾ എങ്ങനെ, വേർതിരിഞ്ഞ ഒരു അനുഭവം എങ്ങനെ ടൂറിസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റും? ഇത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ തരത്തിലൊരു ടൂറിസമാണ് വികസിക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഗുണമുണ്ടാകും, അവിടെ താമസിക്കുന്നവർക്കും ഉണ്ടാകും, അവിടുത്തെ ചെറുപ്പക്കാർക്ക് ഗുണമുണ്ടാകും. അല്ലാതെ ഇപ്പോഴത്തെ കണക്ക് ടൂറിസം എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള വഴിയെന്നതിലുപരിയായിട്ട് അതാത് പ്രാന്തപ്രദേശം, അതാത് സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ട തൊഴിലവസരങ്ങൾ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഉപകരിക്കുന്നുണ്ടോ, എനിക്ക് സംശയമാണ്. അപ്പോൾ ടൂറിസം ഈ ദ്വീപുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പൈതൃക തത്വത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബാക്ക് വാട്ടേഴ്സ് വികസന ടൂറിസം. അടുത്തത് ഞാൻ ഇപ്പോഴും പറയുന്ന കണക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നത് ഇതാണ്: കൊച്ചിയെ അവസരങ്ങളുടെ നഗരമാക്കുക, കൊച്ചിയെ അവസരങ്ങളുടെ കവാടമാക്കുക. കേരളത്തിനല്ലേ ഇന്ന് ദക്ഷിണേന്ത്യയിൽ മുഖ്യമായിട്ട് 4 സംസ്ഥാനങ്ങളാണുള്ളത്. കർണാടകയ്ക്ക് ബാംഗ്ലൂരുണ്ട്, ആന്ധ്രാപ്രദേശിന് ഹൈദരാബാദുണ്ട്, തമിഴ്നാടിന് ചെന്നൈയുണ്ട്, കേരളത്തിനോ ഇല്ല. അതുപോലെ ആ തരത്തിൽ പിന്നെ അപ്പോൾ ആ തരത്തിലുള്ള ഒരു നഗരം, ആ തരത്തിലുള്ള അവസാനം കൊച്ചിയാക്കാവുന്നതാണ്. അതായത് അവസരങ്ങൾ നൽകുന്ന, അവസരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറുപ്പക്കാർ ദൂരെയും പോകേണ്ടി വരത്തില്ല. അവസരമുണ്ടെങ്കിൽ കൂടുതൽ അവസരങ്ങൾ കൊച്ചി ഫോക്കസ് ചെയ്യുക.
അവസരങ്ങൾക്ക് വേണ്ടി കൊച്ചിയെ ഫോക്കസ് ചെയ്യുക, അല്ലാതെ കേരളം മുഴുവൻ കൊച്ചി ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണ്, അത് സാധ്യമല്ല. കൊച്ചി എന്തിന് അങ്ങനെ കേന്ദ്രീകൃതമായതല്ല, വികേന്ദ്രീകൃതമായ വികസന സമീപനമാണ് ആവശ്യം. പൊതുവെ പ്രചരണം തുടങ്ങിയിട്ടേ ഉള്ളൂ, ആദ്യ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പൊതുവെയുള്ള ജനങ്ങളുടെ ഒരു അപ്രോച്ച് തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേയേറെയായി. നല്ല പ്രതികരണമാണ്, നല്ല ആവേശമാണ് പ്രവർത്തകരുടെ ഇടയിൽ, പാർട്ടി അണികളിൽ നല്ല ആവേശമെന്ന് പറഞ്ഞാൽ എങ്ങനെയും മാറ്റം സംഭവിച്ച് അടങ്ങുള്ളൂ, മാറ്റം വരുത്തും. മാറ്റം അതിൻ്റെ ആ ഒരു വ്യക്തമായ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. ഒരു ഓളത്തിൻ്റെ ആരംഭം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. ജനങ്ങളുടെ ആവശ്യം തീർച്ചയായിട്ടും. LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് പ്രചാരണ ആവേശത്തിലാണ്. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾക്ക് പുറമെ സാമുദായിക വോട്ടുകളും മറ്റു വോട്ടുകളും അദ്ദേഹത്തെ തേടിയെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ക്രിസ്റ്റി ഫെർണാണ്ടസ്. ഇവിടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ ആ മണ്ഡലത്തിൽ എന്ത് വികസനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ വികസിക്കണം, മൊത്തമായിട്ടുള്ള വികസനമൊന്നും പ്രതീക്ഷിക്കണം, കുറച്ചാളുകൾക്ക് വേണ്ടിയുള്ള വികസനമല്ല പ്രതീക്ഷിക്കണം. എന്തൊക്കെ വികസനങ്ങളാണ്? എന്തെല്ലാം വികസനം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ കടലോര പ്രദേശമാണ്, ഇവിടെ മത്സ്യബന്ധനം, അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ. ഇവിടെ സൗകര്യമില്ല, ഇവിടെ റോഡൊക്കെ കണ്ടില്ലേ, വണ്ടികൾ തിങ്ങിക്കിടക്കണേ. അപ്പം അത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടാകണം. ഞങ്ങൾ ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളാണോ? എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താനുണ്ട്? ഇവിടെ കുടിവെള്ളം മസ്റ്റാണ്, പിന്നെ അതുപോലെ വഴിയാണ് മെയിൻ പ്രശ്നം. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആളുകൾ മരിക്കുന്നുണ്ട്, ആരും നോക്കുന്നില്ല. ഈ ഇത്രയും സർക്കാരുകൾ ഭരിച്ചിട്ട് ഇവിടെ നമ്മൾ സ്പേസിലോട്ട് മറ്റു സാധനമൊക്കെ വിടുന്നുണ്ടല്ലോ. ഇപ്പോൾ വിട്ട് അവിടെ പോയി ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ഈ പുഴയിൽ നിന്ന്, ഈ ആലുവ പുഴയിൽ നിന്ന് 23 കിലോമീറ്റർ ഇപ്പുറത്ത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് വെള്ളം തരാനായിട്ട് ഇന്നുവരെയും പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം റോഡ്, ആക്സിഡന്റ് ഇല്ലാത്ത ദിവസമില്ല. സ്ഥാനാർത്ഥികൾ വോട്ട് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും, വോട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകും, പിന്നെ അടുത്ത ഇലക്ഷൻ വരും, വീണ്ടും വോട്ട് നേടി പോകും. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. കൊച്ചിക്ക് എന്താ ശരിക്കും വേണ്ടത്? കൊച്ചിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആവശ്യം. എന്തെങ്കിലും ഇവിടെ നേരത്തെ സ്ഥാനാർത്ഥി വർക്ക് ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സാധാരണ നിലയിൽ അങ്ങനെയുള്ള നിലവിൽ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും. എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെയും ജനങ്ങളുടെയും നിലപാടുകൾ വ്യക്തമായി കഴിഞ്ഞു. ഏപ്രിൽ 10-നാണ് പോളിംഗ്. 1 മാസം കാത്തിരിക്കണം എറണാകുളം മണ്ഡലത്തിൽ ആരാണ് സാരഥി എന്നറിയാൻ. മെയ് 16-നാണ് വോട്ടെണ്ണൽ. എറണാകുളം മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാകുന്നു. ഇനി തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചരണ ചൂടുമായി നാളെ വീണ്ടും ഇതേ സമയം കാത്തിരിക്കുക.